അധ്യായം 53. പാർട്ടി ടൈം. വിനീത പറഞ്ഞ ടെസ്റ്റിന്റെ കാര്യം ആലോചിച്ച് പരിഭ്രമത്തിലായിരുന്നു സൂര്യയും നീലിമയും. സൂര്യക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലുമാണോ അവർ പറയാൻ പോകുന്നത് എന്നൊരു ഭയം ഇരുവരുടെയും കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. ഒടുവിൽ അത് വിനീതയോട് തന്നെ ചോദിക്കാൻ നീലിമ തീരുമാനിച്ചു. മേഡം, എന്ത് ടെസ്റ്റ് ഇത്? നീലിമ ചോദിച്ചു. വിനീത അത് കേട്ട് അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ കാര്യമായിട്ടുള്ള ടെസ്റ്റ് ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഡിന്റെ ചെറിയൊരു റിഹേഴ്സൽ ചെയ്തു നോക്കാനാണ്. അതിൽ വിജയിച്ചാൽ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം, വിനീത പറഞ്ഞു. അപ്പോഴാണ് നീലിമയ്ക്കും സൂര്യക്കും ആശ്വാസമായത്. ഓക്കെ മാഡം, അത് ചെയ്യാം. ഇവൻ അത് തീർച്ചയായും സൂപ്പറായി ചെയ്യും, നീലിമ ഉടനെ ഉത്സാഹത്തോടെ പറഞ്ഞു. നീലിമ പറഞ്ഞ പിന്നെ മാറ്റമില്ല. എന്റെ കൂടെ വന്നോളൂ, വിനീത പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് നീലിമ ശരിക്കും വിനീതയെ ശ്രദ്ധിക്കുന്നത്. അവൾ വളരെ സുന്ദരിയായിരുന്നു. ഷേടാ, ഇത്രയും ഗ്ലാമർ വെച്ചിട്ട് ഇവർക്ക് സിനിമയിലൊക്കെ നായികയായി അഭിനയിക്കാൻ പൊക്കൂടെ? അല്ലേൽ ഈ കമ്പനിയിൽ മോഡലായിക്കൂടെ? നല്ല ഭംഗിയുണ്ടല്ലോ ഇവരെ കാണാൻ, നീലിമ മനസ്സിൽ പറഞ്ഞു. നീലിമ എന്താ ആലോചിക്കുന്നത്? വിനീത ചോദിച്ചു. ഒന്നുമില്ല മേഡം, നീലിമ പറഞ്ഞു. എന്നാ എന്റെ കൂടെ വരൂ, നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം. വിനീത അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവർക്ക് പിന്നാലെ സൂര്യയും നീലിമയും എഴുന്നേറ്റ് വിനീതയുടെ പിന്നാലെ നടന്നു. ആ ഓഫീസിലെ മിക്കവരും സൂര്യയെ കണ്ട് അതിശയത്തോടെ നോക്കി. ആര് കണ്ടാലും ശ്രദ്ധിച്ചു പോകുന്ന അത്രയും സുന്ദരനായിരുന്നു സൂര്യ. പക്ഷെ എല്ലാവരും ഒന്നും സൂര്യയെ അവന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചത്. സൂര്യക്ക് ആ കമ്പനിയിൽ മോഡലായി അവസരം കിട്ടിയതിൽ സൂര്യയുള്ള ചില മോഡൽസും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം എന്ത് തേങ്ങ കാണിക്കാനാണ് ഇവനിവിടെ എന്ന മട്ടിലായിരുന്നു നോക്കിയത്. നീലിമ എല്ലായ്പ്പോഴും സൂര്യയുടെ അരികിൽ തന്നെ നിന്നു. വിനീതയുടെ കൂടെ നടന്ന് ഒടുക്കം അവരൊരു ഒഴിഞ്ഞ ഏരിയയിലേക്ക് വന്നു. അവിടെ ഒന്ന് രണ്ട് സ്റ്റാഫുകളും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നു. സൂര്യ അവരോടെല്ലാം നമസ്കാരം പറഞ്ഞു. സൂര്യ അവിടെ ഇരുന്നോളൂ, ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് ആഡിന്റെ പ്രൊമോ ഒന്ന് ചെയ്തു നോക്കാം. ജസ്റ്റ് റിഹേഴ്സൽ മാത്രം. സൂര്യക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തു നോക്കുന്നത്. റെഡിയല്ലേ, വിനീത ചോദിച്ചു. അപ്പോൾ നീലിമ സൂര്യയെ നോക്കി. റെഡിയാണ് മാഡം, സൂര്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് സന്തോഷം തോന്നി. എന്നാ ശരി സൂര്യ, ആദ്യം മേക്കപ്പ് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം, വിനീത പറഞ്ഞു. അപ്പോൾ നീലിമയും സൂര്യയും അവിടെയുള്ള ചെയറിൽ ചെന്നിരുന്നു. നീലിമയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. സൂര്യ, ഇത് നീ നന്നായിട്ട് തന്നെ ചെയ്യില്ലേ? പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, നീലിമ പറഞ്ഞു. ഉറപ്പായും മാഡം, നിങ്ങളെ ഞാൻ ഇവർക്ക് മുന്നിൽ നാണം കെടുത്തില്ല, സൂര്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ആശ്വാസമായി. അപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള ആള് വന്നു. സൂര്യക്ക് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേഗമെല്ലാം പൂർത്തിയായി. ആഡിന്റെ ഒരു ചെറിയ രൂപം സൂര്യയെ കൊണ്ട് വിനീത ചെയ്യിപ്പിച്ചു. സൂര്യ അത് വളരെ മനോഹരമായി തന്നെ ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നീലിമയ്ക്കും സൂര്യക്കും വളരെ സന്തോഷമായി. അപ്പോൾ വിനീത അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സെലക്ഷൻ എന്തായാലും തെറ്റിയിട്ടില്ല, അപ്പോ എഗ്രിമെന്റ് സൈൻ ചെയ്യാം ഇനി, വിനീത പറഞ്ഞു. അത് കേട്ട് നീലിമ സൂര്യയെ നോക്കി. നീ നന്നായി ചെയ്തു സൂര്യ, ഓൾ ദി ബെസ്റ്റ്, നീലിമ പറഞ്ഞു. അയ്യോ മാഡം, ഇതൊന്നും എന്റെ കഴിവല്ല, നിങ്ങൾ വന്നതിൽ പിന്നെയാണ് എനിക്കിത്തിരി ധൈര്യം വെച്ചത് തന്നെ. എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്കാ, സൂര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിനീത ഇതെല്ലാം കേട്ടു നിന്നു. അപ്പോ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം, റെഡിയായിരുന്നു, വിനീത പറഞ്ഞു. നീലിമയും സൂര്യയും അത് കേട്ട് പുഞ്ചിരിച്ചു. പിന്നീട് ഫെയർ കോസ്മെറ്റിക്സിന്റെ എഗ്രിമെന്റ് വിനീത എടുത്തുകൊണ്ടു വന്നു. അതെ, സൂര്യ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോഴാണ് നീലിമയ്ക്ക് പൂർണ്ണമായും ശ്വാസം നേരെ വീണത്. അവരവിടെ നിന്നും സന്തോഷത്തോടെ തിരികെ ഇറങ്ങി. പിന്നീട് നീലിമ ക്യാബിനിലിരിക്കുമ്പോൾ പ്രിയങ്ക കയറി വന്നു. മാഡം, പോയ കാര്യം എന്തായി? സൂര്യ സർ സെലക്ട് ആയോ? പ്രിയങ്ക ആശങ്കയോടെ ചോദിച്ചു. നീലിമ ചോദ്യം കേട്ട് തല ഉയർത്തി അവളെ നോക്കി. അപ്പോൾ അവിടേക്ക് സൂര്യയും കടന്നു വന്നു. യെസ്, സെലക്ട് ആയി, സൂര്യ പറഞ്ഞില്ലേ അത്? നീലിമ ചോദിച്ചു. ഇല്ല മാഡം, എന്നോടൊന്നും പറഞ്ഞില്ല. അത് സാരമില്ല. അല്ല, ചിലവൊന്നുമില്ലേ? പ്രിയങ്ക ചോദിച്ചു. അപ്പോഴാണ് നീലിമ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു, നീലിമ പറഞ്ഞു. എന്നാ ഇന്ന് തന്നെ വെച്ചാലോ? രാത്രി ചെറിയൊരു പാർട്ടി, പ്രിയങ്ക ഉത്സാഹത്തോടെ ചോദിച്ചു. സൂര്യ അതിന് പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു. അപ്പോൾ നീലിമ പറഞ്ഞു, ഓക്കെ, ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിക്ക്. അത് കേട്ട് പ്രിയങ്ക നീലിമ പറഞ്ഞത് പ്രകാരം ഒരു ഹോട്ടലിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴാണ് നീലിമ സിദ്ധാർത്ഥ തന്നെ പാർട്ടി ക്ഷണിച്ച കാര്യം ഓർത്തത്. അതും ഇന്ന് തന്നെയാണ്. അയ്യോ, എനിക്കിന്ന് വരാൻ പറ്റില്ല, നീലിമ ഉടനെ പറഞ്ഞു. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൂര്യ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഇന്ന് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, സോ എനിക്ക് വരാൻ പറ്റില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയുടെ മുഖം വാടി. പ്രിയങ്കയ്ക്കും സങ്കടം തോന്നി. എന്നാ ക്യാൻസൽ ചെയ്യട്ടെ മാഡം, പ്രിയങ്ക ചോദിച്ചു. വേണ്ട, എന്തായാലും ബുക്ക് ചെയ്തതല്ലേ, മാറ്റണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോ. അത് കേട്ട് പ്രിയങ്ക ഉത്സാഹത്തോടെ സൂര്യയെ നോക്കി. അവന് പക്ഷേ തീരെ ഉത്സാഹമില്ലായിരുന്നു. നീലിമ ഇല്ലാതെ പാർട്ടി നടത്താൻ താല്പര്യമില്ലാത്തതുപോലെ ഉണ്ടായിരുന്നു മുഖം. പക്ഷേ നീലിമ ഒരു കാര്യവുമില്ലാതെ വരാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. വളരെ അത്യാവശ്യമുള്ള എന്തോ കാര്യമുള്ളത് കൊണ്ടാണ് നീലിമ അങ്ങനെ പറയുന്നതെന്ന് ഓർത്തപ്പോൾ സൂര്യ അവളെ പിന്നെ നിർബന്ധിച്ചില്ല. സൂര്യയോടൊപ്പം തനിച്ച് ചിലവഴിക്കാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രിയങ്ക.
നീലിമ വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അവൾ ചെന്ന് കുളിച്ച് ഹാളിലേക്ക് വന്നു. അപ്പോൾ താര അവിടെ ഉണ്ടായിരുന്നു. അന്ന് വസ്ത്രമെടുക്കാൻ ഷോപ്പിലേക്ക് പോയപ്പോൾ അവിടെ മാനേജറായി താരയായിരുന്നു ഉണ്ടായിരുന്നത്. നീലിമയ്ക്ക് അവളെ കണ്ടപാടെ മനസ്സിലായി. താരയുടെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. നീലിമ അവരെ നോക്കി മല്ലികയോട് ചോദിച്ചു, ഇവരൊക്കെ എന്തിനു വന്നതാ? നീലിമ ചോദിച്ചത് കേട്ട് താര ചിരിച്ചു. ആ മേഡം, സിദ്ധാർത്ഥ് സാർ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. മേഡത്തിനെ പാർട്ടിക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, താര പറഞ്ഞു. നീലിമ അപ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ തീരുമാനം എതിർക്കാനും അല്ലെങ്കിലും അവൾക്ക് സാധിക്കാറില്ല. താര നീലിമയും കൂട്ടി അകത്തേക്ക് നടന്നു. നീലിമയ്ക്ക് ധരിക്കാൻ 2 വിലപിടിപ്പുള്ള ഗൗണുകളും താര കൊണ്ടുവന്നിരുന്നു. അതിലൊരെണ്ണം നീലിമ തിരഞ്ഞെടുത്തു. ഗൗൺ ധരിച്ചു കഴിഞ്ഞ് നീലിമയുടെ മുടി പിക് ബൺ സ്റ്റൈലിൽ കെട്ടിവെച്ചു കൊടുത്ത ശേഷം താര മേക്കപ്പിനായി ആർട്ടിസ്റ്റിനെ വിളിച്ചു. നീലിമയ്ക്ക് ചെറുതായി മാത്രമേ മേക്കപ്പ് ചെയ്തിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞ് നീലിമ ഒരുങ്ങിയിറങ്ങി. അശ്വിൻ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ ഉണർത്താൻ നിൽക്കാതെ നീലിമ ഹാളിലേക്ക് ചെന്നു. അവിടെ സിദ്ധാർത്ഥ നിൽക്കുന്നുണ്ടായിരുന്നു. നീലിമയെ ആ വയലറ്റ് ഗൗണിൽ കണ്ട സിദ്ധാർത്ഥ് അമ്പരന്ന് പോയി. അവൾ വളരെ സുന്ദരിയായിരുന്നു. താര നന്നായി ഒരുക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാൻ കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. തന്നെ സിദ്ധാർത്ഥ് പുകഴ്ത്തി സംസാരിച്ചത് കേട്ട താര അതിശയത്തോടെ അവനെ നോക്കി. സാധാരണ അവൻ ആരെയും പുകഴ്ത്തി സംസാരിക്കാറില്ല. ആദ്യമായാണ് സിദ്ധാർത്ഥ് തന്നോട് പോലും അങ്ങനെ സംസാരിക്കുന്നത്. താര സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ടച്ചപ്പ് മാത്രമേ നീലിമ മാഡത്തിന് ആവശ്യമായി വന്നിട്ടുള്ളൂ. മാഡം നേച്ചുറലി തന്നെ നല്ല സുന്ദരിയാണ്. ഈ ഗൗൺ കൂടി ഇട്ടപ്പോൾ അത് കൂടി. അത്രയേ ഉള്ളൂ, താര പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയെ നോക്കി. നന്നായി ചേരുന്നുണ്ട് നിനക്ക് നിറം. ഞാൻ പറഞ്ഞു വരുത്തിയതാ ഇത്. നിനക്ക് ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയുടെ മുഖം അത് കേട്ട് നാണത്തിൽ ചുമന്നു. സിദ്ധാർത്ഥ് തന്നെ അത്രയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആ കാര്യത്തിൽ അത്ഭുതം തോന്നി. മല്ലിക അപ്പോഴാണ് അവിടേക്ക് വന്നത്. അവൾ നീലിമയുടെ ഭംഗി കണ്ട് അതിശയത്തോടെ നോക്കി. കുഞ്ഞിന് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്, മല്ലിക പറഞ്ഞു. താങ്ക്സ് മല്ലികാമേ, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥും നീലിമയും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ താര മല്ലികയോട് ചോദിച്ചു, മല്ലികാമേ, എനിക്കൊരു സംശയം. എന്താ മോളെ? മല്ലിക ചോദിച്ചു. അല്ല, സിദ്ധാർത്ഥ് സാറിന്റെ ആരാ ശരിക്കും നീലിമ മാഡം? സാറ് വളരെ കാര്യമായാണല്ലോ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നേ, താര ചോദിച്ചു. അത് കേട്ട് മല്ലിക ചിരിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. നീലിമ സിദ്ധുമോന്റെ ഭാര്യയാണ്, മല്ലിക പറഞ്ഞു. അത് കേട്ട് താര അതിശയത്തോടെ മല്ലികയെ നോക്കി. ശരിക്കും? താര ചോദിച്ചു. ആ അതെ, മല്ലിക പറഞ്ഞു. ഷെടാ, ബോസ് കല്യാണം കഴിച്ച കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ. എന്തായാലും ബെസ്റ്റ് പെയർ തന്നെ. നീലിമ മാഡത്തിന് നല്ല ഭാഗ്യമുണ്ട്. അല്ലേ, സിദ്ധാർത്ഥ് സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുവോ? നമുക്കൊന്നും ആ ഭാഗ്യം ഇല്ലാതായിപ്പോയി. ആ സാരല്ല, താര മനസ്സിൽ പറഞ്ഞു. അവൾ എന്തോ ഓർക്കുന്നത് കണ്ട് മല്ലിക ചിരിയോടെ നിന്നു. സിദ്ധാർത്ഥും നീലിമയും കാറിൽ ചെന്ന് വലിയ ഹോട്ടലിന് മുന്നിൽ ചെന്നിറങ്ങി. സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു, അതെ, പാർട്ടി ഹാളിൽ ചെന്നാൽ എന്റെ കൈ പിടിച്ച് നടന്നോണം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചുറ്റിത്തിരിയാൻ നിൽക്കരുത്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ തലയാട്ടി. അവിടെ നിന്നും അവരൊരുമിച്ച് റൂഫ് ടോപ്പിലേക്കാണ് പോയത്. റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്ത റൊമാൻറ്റിക് ഗാർഡനിലായിരുന്നു പാർട്ടി. നീലിമ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നീലിമയിലേക്ക് മാറി. സ്ത്രീകൾ സിദ്ധാർത്ഥിനെയും നോക്കി. ഇടയ്ക്ക് കൈവിട്ടു പോയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ തന്നോട് ചേർത്ത് നിർത്തി. സിദ്ധാർത്ഥ് തന്നെ കാര്യമായി കൊണ്ടു നടക്കുന്നത് കണ്ട നീലിമ അതിശയത്തോടെയാണ് അവനെ നോക്കിയത്. ചില പുരുഷന്മാർ നീലിമയുടെ വസ്ത്രവും ദേഹവുമെല്ലാം ചുഴിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തു. അവൻ രൂക്ഷമായി നോക്കിയപ്പോൾ ആളുകൾ നോട്ടം മാറ്റി മറ്റെന്തോ ശ്രദ്ധിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ അതേ പാർട്ടി ഹാളിന്റെ മറുവശത്ത് ലാവണ്യയോടൊപ്പം ഇരിക്കുകയായിരുന്നു ഹേമന്ത്. അവനൊരു ഗ്ലാസ്സിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്നു. ലാവണ്യ വളരെ അസ്വസ്ഥയായിരുന്നു. ഹേമന്ത്, സിദ്ധാർത്ഥ് ഇനി വരാതിരിക്കോ? ലാവണ്യ ചോദിച്ചു. അവൾ പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഹേമന്ത് ആകെ വല്ലാതെയായി. പക്ഷേ അതവൻ പുറമേ കാണിച്ചില്ല. നോക്കു ലാവണ്യ, സിദ്ധു അങ്ങനെ പാർട്ടിക്ക് വിളിച്ചാൽ വരുന്ന ടൈപ്പല്ലെന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. അവൻ വന്നാ ഭാഗ്യം, അത്രേ ഞാൻ പറയൂ, ഹേമന്ത് പറഞ്ഞു. ലാവണ്യ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അവൾക്ക് സിദ്ധാർത്ഥിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കെ ഹാളിന്റെ ഒരു വശത്ത് ആളുകൾ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട ലാവണ്യ അങ്ങോട്ടേക്ക് നോക്കി. സിദ്ധാർത്ഥ് അതിലെ നടന്നു വരുന്നത് അവൾ കണ്ടു. ലാവണ്യ ഉത്സാഹത്തോടെ എഴുന്നേറ്റു. ദേ സിദ്ധു വന്നു, ലാവണ്യ ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ ഞൊടിയിടയിൽ അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു. സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് നീലിമ വരുന്നത് കണ്ടപ്പോൾ ലാവണ്യ വല്ലാതെ അസ്വസ്ഥയായി. അപ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിനെ നോക്കി. ഇവരെന്താ നീലിമയും കൊണ്ടുവരുന്നേ? ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ ലാവണ്യ അവനെ നോക്കി. നിന്നോട് ഞാനന്ന് ചോദിച്ചതല്ലേ അവന്റെ ആരാ നീലിമയെന്ന്. അപ്പൊ നീ ഒന്നും പറയാതെ നൈസായി എസ്കേപ്പ് ആയില്ലേ? ഇപ്പൊ വല്ലതും പറയാനുണ്ടോ? ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി ഇല്ലാതെ തല താഴ്ത്തി. അവൾ അവന്റെ വെറും ബന്ധുവൊന്നുമല്ല. അങ്ങനെയാണേ ഇങ്ങനെ അടുത്ത് നിർത്തേണ്ട കാര്യമെന്താ? നീ അതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് മറച്ചു വെക്കുന്നതല്ലേ?
ലാവണ്യ ചോദിച്ചു. അല്ല, അതവന്റെ ബന്ധു തന്നെയാണ്. ഹേമന്ത് പറഞ്ഞു. മണ്ണാങ്കട്ട, അവളുടെ നിൽപ്പ് കണ്ടാലും തോന്നും അത്. എടാ, നീയൊക്കെ ഞാൻ ബുദ്ധിയില്ലാത്ത ആളാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി. പുല്ല്, ഇവൻ എന്തിനാണോ ഇപ്പോ ഇങ്ങോട്ട് കയറി വന്നത്? ഭാര്യയായി ഇവൻ നീലിമയെ അംഗീകരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നേ എനിക്കത് ലാവണ്യോട് പറയാമായിരുന്നു. ഈ തണ്ടി അതൊന്നും പറയുന്നുമില്ല. ഓരോന്നും കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ലാവണ്യ അവനെ നോക്കി. നിനക്ക് സത്യം അറിയാമല്ലേ? ഇനി പറ, സിദ്ധാർത്ഥിന്റെ ആരാ അത്? ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി. എത്ര ചോദിച്ചാലും ഹേമന്ത് ഒന്നും വിട്ടുപറയില്ല എന്ന് മനസ്സിലാക്കിയ ലാവണ്യ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അല്ലേ, ഞാനെന്തിനാ നിന്നോടിതൊക്കെ ചോദിക്കുന്നത്? സിദ്ധാർത്ഥിനോട് തന്നെ ചോദിക്കാം. മാറി നിൽക്ക്, ലാവണ്യ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഹേമന്ത് അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതിന് കഴിഞ്ഞില്ല. ലാവണ്യ അവനെ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു. നീലിമ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് നിൽക്കുന്നത് കാണും തോറും അവളുടെ ദേഷ്യം കൂടി വന്നു. ദാ, നീ കാരണം അവളിനി എന്നോട് കൂടി വഴക്കായിരിക്കുമെന്നാ തോന്നുന്നേ. നിനക്ക് ഞാൻ തരാടാ. ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി സ്വയം പറഞ്ഞു.